ഹലോ, എന്തൊക്കെയാണ് പ്രിയജനങ്ങളെ? ഇപ്പോൾ ഈ പീഡന കഥകൾ കേട്ടിട്ടൊക്കെ ചെവി ഇങ്ങനെ എന്താ പറയുക, മതിയായി എന്ന് പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഈ പൊയ്ക്കാൽ കുതിരകളെ പോലെ ഉയരത്തിലിങ്ങനെ തെന്നി തെന്നി പോകുന്ന കാണുമ്പോഴേ ആളുകൾക്ക് ഭയങ്കര കൗതുക. ഈ ഉയരങ്ങളിലെത്തുന്ന ആളുകൾ അവരുടെ പുറകെ ഒരു എന്താ പറയുക, നമ്മുടെ ഫ്ലൂട്ട് വായിച്ചിട്ട് എലികളെ കൊണ്ടുപോയ മറ്റേ ആളില്ലേ, അതുപോലെ ഒരൊഴുക്കിനൊത്തിങ്ങനെ ജനം പ്രവഹിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ആളല്ല എന്ന ഒരു കഥ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് കേൾക്കുമ്പോണ്ടല്ലോ, ഈ നമ്മുടെ ഒരുപാട് പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് ആ വ്യക്തിയെക്കുറിച്ച്. മനസ്സിലായോ? അപ്പോൾ മനുഷ്യരിൽ കാലാകാലങ്ങളിലായിട്ട് ഈ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപ്രഭാവം നമ്മളെ ആകർഷിക്കും, സ്വാഭാവികമാണ്. അത് ഒരു പരിധി കഴിഞ്ഞ ആവാഹനം എവിടെ ചെന്നെത്തുന്നു? പീഡന കഥകളിലേക്കൊക്കെ എത്തും. അപ്പോൾ 2-3 കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വളരെ ഉയരത്തിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ച ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അയാൾ ഈ നിലയിൽ എത്തിയിട്ടുണ്ടാവുക. ആ സ്ഥിരോത്സാഹം കൊണ്ടും പിന്നെ അതികഠിനമായ അധ്വാനം കൊണ്ടൊക്കെ ആയിരിക്കും ഈ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പണവും പ്രശസ്തിയൊക്കെ വരുമ്പോൾ മനുഷ്യരിൽ ചില മൂല്യച്യുതികൾ സംഭവിക്കും. ആ മൂല്യച്യുതികൾ സംഭവിക്കാനുള്ള കാരണം അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. സമൂഹവും കുടുംബവും ചേർന്ന് ഒരുക്കിയ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ, ആ സാഹചര്യം തന്നെ ആയിരിക്കണം അയാൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാനുണ്ടായ കാരണം. അപ്പോൾ മാപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഒരവസരവും കൂടി കൊടുക്കാൻ പറ്റുമെങ്കിൽ സാഹചര്യങ്ങളെ മുൻനിർത്തി അയാളെ അതങ്ങ് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ സഹായിക്കണം സമൂഹം. പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർ കുറച്ച് ലോലവികാരങ്ങളുള്ളവർ തന്നെയാണ്. സ്ത്രീകൾ തന്നെ ഇരുന്ന് പറയുന്നത് കേൾക്കാം, അവരെയൊക്കെ പുറകെ പോണ ഈ സ്ത്രീകളെ അടിക്കണം, കൊല്ലണം. ഒന്നുമല്ല, ഇത് ഈ ലോകത്തിൻ്റെ ഒരു ക്രമം ഇങ്ങനെയാണ്. ആകർഷണം, പ്രണയം, സ്നേഹം, വഞ്ചന, പറ്റിപ്പ്, ഇതൊക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. പക്ഷേ അതിലെല്ലാം പോയിപ്പെടുന്ന ആളുകളുടെ മാനസിക വ്യഥകൾ, മാനസിക വ്യാപാരങ്ങൾ, മനസ്സിനെ വരുതിയിൽ നിർത്താനുള്ള കഴിവുകൾ, ഇതെല്ലാം 5 വിരലുകൾ പോലെയാണ്. മനസ്സിലായോ? എല്ലാ മനുഷ്യരും ഒരേ അച്ചിൽ വാർത്തതുപോലെയാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവില്ല. ചിലർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ചിലർക്ക് അതിവിദഗ്ധമായ ഈ അഭിനയങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ ചെന്നുപെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വഞ്ചിക്കപ്പെടുന്ന ആളും വഞ്ചന നടത്തിയ ആളും മാറ്റങ്ങൾക്ക് അതീതരൊന്നുമല്ല. അവരെ മാറ്റങ്ങൾക്ക് പ്രേരിപ്പിച്ചാൽ അവർ ഒരു നല്ല നടപ്പുകാരായി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനമായിട്ടും ഏതൊരാളും ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ ജീവിതവും ഭാവിയും അടഞ്ഞു പോകത്തക്ക വിധത്തിൽ ഒരു ലെവലിലേക്ക് എത്താതെ ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അത് ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഏറ്റവും ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാവുക. പക്ഷേ അവനവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതിരിക്കേണ്ടത്, അതായത് അയ്യേ എന്ന് പറയിപ്പിക്കാതിരിക്കേണ്ടത് ആ വ്യക്തിയുടെ മാത്രം ചുമതലയാണ്. അത് അടിവരയിടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ
ഇതൊന്നും സംഭവിച്ചുകൂടാ, സംഭവിക്കില്ല, അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു പ്രത്യേക ലോകം ഉണ്ടാവണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. മനുഷ്യൻ്റെ ചോദനകളും വാഞ്ചനകളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം കൂടിക്കലർന്ന് കിടക്കുന്നിടത്തോളം ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ അപ്പോഴും ഒരു സംയമനത്തിൻ്റെ പാതയിൽ ഒതുങ്ങി ഇതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കാൻ നമുക്കാവണം. അവിടെയാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, ഒരു കാരുണ്യമുള്ള മനുഷ്യൻ, ഒരു സ്നേഹമുള്ള മനുഷ്യൻ വിജയിയാവുന്നത്, അല്ലേ? അപ്പോൾ ആരെയും അങ്ങ് വെറുത്ത് കളയാതെ ഒന്നോ രണ്ടോ അവസരങ്ങൾ കൂടി കൊടുത്ത് മാറ്റങ്ങൾക്ക് വിധേയനായി നഷ്ടങ്ങളെ തിരുത്തി തെറ്റുകളെ ഉൾക്കൊണ്ട് മുന്നേറാനുള്ള ഒരു സാഹചര്യം സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കി നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അതൊരു പുണ്യകർമ്മമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? ഇപ്പോൾ നല്ല പക്വതയോടെ ജീവിക്കുന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അവരുടെ കുട്ടിക്കാലമൊക്കെ വളരെ ശോഭനമായിരിക്കും. നല്ല സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങളിൽ, നല്ല ചിട്ടവട്ടങ്ങളിൽ നന്നായി വളർത്തിക്കൊണ്ടുവന്ന മക്കൾക്ക് ഇത്തരം തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ സാഹചര്യങ്ങളിൽ, വളരെ കഷ്ടപ്പെട്ട പരുപരുത്ത സാഹചര്യങ്ങളിൽ ഒരു തീയിൽ കുരുത്ത് അങ്ങ് കഷ്ടത്തിൻ്റെ നെല്ലിപ്പടി കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വേറൊരു തലത്തിലെത്തുമ്പോൾ സ്വയം മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ പഴയ ട്രോമാസൊക്കെ അവരുടെ മനസ്സിൽ ഒരു പ്രതികാരാഗ്നി ഉണ്ടാക്കും. സമൂഹത്തോട്, അവനെ കഷ്ടപ്പെടുത്തിയവരോട് ഒക്കെ. മനസ്സിലായോ? അതിൻ്റെയൊക്കെ ആകത്തുകയാണ് ആ മനുഷ്യനിങ്ങനെ പരുക്കനായതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം. എന്ന് വെച്ചിട്ട് എല്ലാ തെറ്റുകളും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇതൊന്നും. ഇത്തരക്കാരെ സമൂഹം ചേർന്ന്, നമ്മൾ സമൂഹത്തിലുള്ള എല്ലാവരും ചേർന്ന് നല്ല നടപ്പിലേക്ക് കൊണ്ടുവന്ന് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആ പടികളിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ മുകളിലേക്ക് തന്നെ കയറ്റി വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാധ്യമാവുമെങ്കിൽ നല്ല കാര്യമല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നല്ല നമസ്കാരം.